നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തൃക്കൂർ സ്വദേശിയിൽ നിന്ന് 3 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ശനിയാഴ്ച 1:30 മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണവും സാഹിത്യ കൂട്ടായ്മയും അനുമോദനവും സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തൃക്കൂർ സ്വദേശിയിൽ നിന്ന് 3 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റിശ്ശേരി സ്വദേശി കരയാം വീട്ടിൽ 40 വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത്. ജപ്പാനിലെ SSH ഗ്ലോബൽ എന്ന കമ്പനിയിൽ ഡ്രൈവർ തസ്തികയിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പണം തട്ടിയെടുത്തത്. ബാങ്ക് അക്കൌണ്ടിലൂടെയാണ് പരാതിക്കാരൻ പണം നൽകിയത്. ജോലിയും പണവും ലഭിക്കാതായതോടെ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 2024 അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ ഇരിങ്ങാലക്കുട, കാട്ടൂർ, കൊടുങ്ങല്ലൂർ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. റിമാൻഡിലായിരുന്ന ഇയാൾ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. പുതുക്കാട് SHO V സജീഷ് കുമാർ, SI N പ്രദീപ്, ഗ്രേഡ് CPOമാരായ VA ഷമീർ, VD അജി, സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് SI KK വിശ്വനാഥൻ, CPO PA അരുൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനാകും. സൌത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും CEOയുമായ PR ശേഷാദ്രി മുഖ്യപ്രഭാഷണം നടത്തും. സഹൃദയ കോളേജിനെ ഇന്റൽ സർട്ടിഫൈഡ് AI ക്യാമ്പസായി ഇന്റൽ പ്രതിനിധി പൂജ യാദവ് പ്രഖ്യാപിക്കും. PG ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ഇന്റലിജൻസ് സിസ്റ്റംസിന്റെ ബ്രോഷറിന്റെ മുഖ്യപ്രകാശനവും മഡ്സൽ കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കലും ചടങ്ങിൽ നടക്കും. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള, മീഡിയ ഡയറക്ടർ ഫാദർ അനൂപ് കോലങ്കണ്ണി, മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ വിഷ്ണു രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. AI ക്യാമ്പസായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബിന്ദുവാണ്. അതുപോലെ ഇതിന് ചെയർമാനായിട്ടുള്ള അഭിമന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് അധ്യക്ഷത വഹിക്കും. മറ്റ് വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ട്. അപ്പോൾ സഹൃദയ നമ്മുടെ ഈ കൊടകര പ്രദേശത്തിൻ്റെ തന്നെ ഒരു തെളിവുകുറിയാണ്. ഒത്തിരിയേറെ ചെറുപ്പക്കാർ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്ന് പരിശീലനം നേടുന്ന ഇടമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വാട്സപ്പ് ആയാലും ഏതൊരു സോഫ്റ്റ്വെയർ മേഖലയിലാണെങ്കിലും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രാധാന്യം വളരെ ഏറി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കോളേജിലെ ഒഫീഷ്യൽസിനും മാനേജ്മെൻറ്റിനും ഉള്ളൊരു ആഗ്രഹം, ഒരു വിഷനാണ് നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ട്രെയിൻഡ് ആവണം എന്നുള്ളൊരു വിഷൻ നമ്മുടെ കോളേജിലുണ്ട്. പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. താലപ്പൊലി ദിവസം രാത്രി ക്ഷേത്രത്തിലെത്തിയ വിവിധ തട്ടകത്തെ വിവിധ സമുദായങ്ങൾ ക്ഷേത്രത്തിലെത്തി ദേവിയെ കണ്ട് വണങ്ങിയതോടെയാണ് ഈ വർഷത്തെ താലപ്പൊലി ആഘോഷങ്ങൾക്ക് സമാപനമായത്. വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ കാളകളെയും വട്ടമുടിയും മരംകൊട്ടും മുടിയാട്ടവുമായി നിരവധി പേരാണ് ക്ഷേത്രസന്നിധിയിലെത്തി ദേവിയെ കണ്ടു വണങ്ങിയത്. വിവിധ സമുദായ അംഗങ്ങളായ CM വേലായുധൻ, PM കൃഷ്ണൻകുട്ടി, ശബരീശൻ വട്ടേക്കാട്, ഗോപി ചെറുവത്തൂർ, മോഹനൻ പാട്ടാളി, വിനയൻ പാട്ടാളി എന്നിവർ നേതൃത്വം നൽകി.
ദിനത്തോടനുബന്ധിച്ച് വന്ന പാരമ്പര്യ അനുഷ്ഠാന കലകളുടെ ഒരു വിഭാഗത്തിൻ്റെ, അതായത് ചെറുവത്തൂർ സംഭവ സഭയുടെ കോമരമാണ് നമ്മളോട് കൂടെ ഇപ്പോൾ ഉള്ളത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പാരമ്പര്യമായിട്ട് അനുഷ്ഠാന കലകളുണ്ട്. അതിൽ 2 വിഭാഗമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വട്ടമുടി എന്ന് പറയുന്നതും പിന്നെ ഒന്ന് കുംഭമുടി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ആളുകൾ ചെയ്യുന്നത് കൂമ്പൻമുടി എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കലയാണ്. അതിൻ്റെ ഭാഗമാകാനായിട്ട് ഒറ്റക്കാവ് ദേവസ്വത്തിലെ നമ്മുടെ ദേവിയുടെ സഹായത്താൽ കുറച്ച് ആളുകളുടെ നമ്മൾ കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണവും സാഹിത്യ കൂട്ടായ്മയും അനുമോദനവും സംഘടിപ്പിച്ചു. ഗ്രന്ഥശാലയിൽ നടത്തിയ പരിപാടി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വിനോദ് കൊടകര, EK രാജലക്ഷ്മി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറിയൻ സുഷമ ടി ശാന്തൻ സംസാരിച്ചു. വീണ ബിജു, ഹരികൃഷ്ണൻ S, മിത്രവിന്ദ PR എന്നിവരെ അനുമോദിച്ചു. തുടർന്ന് ജയചന്ദ്രൻ പാടിയ അനശ്വര ഗാനങ്ങളുടെ അവതരണവും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. കൊടകരക്കാർ മാത്രമല്ല ഇവിടെ വന്നിരുന്ന് പഠിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ എറണാകുളത്തുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇങ്ങനെ ലൈബ്രറി ഉണ്ട്. എൻ്റെ ഏതോ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിരുന്ന് പഠിച്ചു. അവർ സർവീസിൽ കയറി. അപ്പോൾ ഇവിടെ വന്നിരിക്കാൻ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രധാന അധ്യാപിക ജിഷ മാത്യു, PTA പ്രസിഡന്റ് മനോജ് വലയപുരയ്ക്കൽ, MPTA പ്രസിഡന്റ് CB സുരേഷ്, ഗേൾസ് സ്കൂൾ പ്രധാനാധ്യാപകൻ KK താജുദ്ദീൻ, പൂർവ്വ അധ്യാപിക മണി, സ്കൂൾ ലീഡർ ജസ്വിൻ ജോബീസ്, സീനിയർ അധ്യാപകൻ ജോബിൻ M തോമസ്, സ്റ്റാഫ് സെക്രട്ടറി CG ഫിറോ, രശ്മി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഇടയ്ക്ക് ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ വരുമ്പോൾ കാണും. സഹപാഠി എന്ന് വെച്ചാൽ അവൻ്റെ സിസ്റ്റർ എൻ്റെ പരീക്ഷകളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ വരുന്ന കൂട്ടുകാരോടും പറയുന്നത് എന്താണ്, മുടങ്ങരുതെന്ന് അല്ലേ. കുറേ പഠനം മാത്രമല്ല, കളിക്കൂലോ, കളിയുണ്ടല്ലോ, നല്ല കൂട്ടുകാരുണ്ടല്ലോ അല്ലേ. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മലയാള വിഭാഗം അയനം സാംസ്കാരിക വേദിയുമായി സഹകരിച്ച് സുകുമാർ അഴീക്കോട് സ്മൃതി പ്രഭാഷണം നടത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അഴീക്കോടിന്റെ സാഹിത്യ സംഭാവനകളെയും മാനവിക മൂല്യങ്ങളെയും ബിന്ദു ടീച്ചർ അനുസ്മരിച്ചു. ഡോക്ടർ NR ഗ്രാമപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ അധ്യക്ഷനായി. അയനം സാംസ്കാരിക വേദി ചെയർമാൻ വിജേഷ് ഇടക്കുന്നി ആമുഖ പ്രഭാഷണം നടത്തി. വയനാട് ഭവന നിർമ്മാണത്തിനായി സഹൃദയ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 4 ലക്ഷം രൂപ അധ്യാപക, അനധ്യാപക, വിദ്യാർത്ഥി, NSS മാനേജ്മെന്റ് പ്രതിനിധികൾ ചേർന്ന് മന്ത്രിക്ക് കൈമാറി. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻഡ് ആന്റോ വട്ടോളി, അയനം നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് മൌനീഷ്, അഡ്വക്കേറ്റ് KR സുമേഷ്, മലയാള വിഭാഗം മേധാവി ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത്, സ്റ്റുഡൻസ് കൌൺസിൽ ചെയർപേഴ്സൺ മിസ് മെറിൻ ബേബി എന്നിവർ സന്നിഹിതരായിരുന്നു. ഇപ്പോൾ സഹൃദയ കോളേജ്, ഈ കോളേജിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, മാനേജ്മെന്റ്, കോളേജിന്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള പൗരസമൂഹം എല്ലാം നമ്മൾ സമാഹരിച്ചെടുത്ത NSSന്റെ ആഭിമുഖ്യത്തിൽ ജയകുമാർ സാർ നേതൃത്വം കൊടുത്ത നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് സംഘടിപ്പിച്ച അല്ലെങ്കിൽ സമാഹരിച്ച ആ ഒരു 4 ലക്ഷം രൂപ കൈമാറ ചടങ്ങിലേക്ക് മന്ത്രി ആദ്യത്തെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം ഒത്തിരിയേറെ സംഘടന. കരുവന്നൂർ പനംകുളത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കോഴികളെ കൊന്ന നിലയിൽ കണ്ടെത്തി. കുണ്ടായിൽ അശോകന്റെ വീട്ടിലെ 10ഓളം കോഴികളെയാണ് ചത്ത നിലയിൽ വെള്ളിയാഴ്ച രാവിലെ കണ്ടത്. ഇരുമ്പ് നെറ്റുകൊണ്ട് മറച്ചിരുന്ന കൂടിന്റെ അടിഭാഗത്തെ മണ്ണ് നീക്കിയാണ് അകത്ത് കയറി കോഴികളെ കൂട്ടത്തോടെ കൊന്നിരിക്കുന്നത്. കൃഷിഭവനിൽ നിന്ന് ലഭിച്ചിരുന്ന 6 മാസത്തിലധികം പ്രായമുള്ള കോഴികളെ തരം തിരിച്ചിട്ടാണ് വളർത്തിയിരുന്നത്. ഈ കോഴികളെയാണ് കൊന്നിരിക്കുന്നത്. കുറുനരിയുടെ ആക്രമണമാകുന്നതിനാണ് സാധ്യത എന്നാണ് കരുതുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ 20ഓളം കോഴികൾ ഈ കൂട്ടിൽ തന്നെയുണ്ട്.
വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെയും കൃഷിയെയും സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് CPIM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിന്റെ മുൻപിൽ നടത്തിയ പ്രതിഷേധം CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം ടി രാമകൃഷ്ണൻ, നേതാക്കളായ KJ ഡിക്സൺ, സരിത രാജേഷ്, സന്തോഷ് തണ്ടാശ്ശേരി, അലി കുണ്ടുവായിൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, എങ്ങനെ അതിനെ തടയിടാം, അതിന് കൂട്ടായി എങ്ങനെ ഇടപെടാം, അതിന് വനംവകുപ്പിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, മറ്റ് സംവിധാനങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇതാണ് നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടത്. അതെല്ലാവരും ചേർന്നിരുന്ന് ആലോചിക്കണം. എല്ലാവരും കൂട്ടായിട്ട് ചേർന്നിരിക്കാന്നല്ല, എല്ലാവരുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7555 രൂപ, പവന് 60,440 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തൃക്കൂർ സ്വദേശിയിൽ നിന്ന് 3 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ശനിയാഴ്ച 1:30 മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ MT വാസുദേവൻ നായരുടെയും P ജയചന്ദ്രന്റെയും അനുസ്മരണവും സാഹിത്യ കൂട്ടായ്മയും അനുമോദനവും സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.